രാവിലെ 2-3 മണിക്കൂർ നേരത്തെ തിരക്കും ബഹളമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആകെ ഒരു സൈലൻസാണ് കേട്ടോ. കുട്ടികൾ സ്കൂളിൽ പോയാൽ എല്ലാ വീട്ടിലെയും അവസ്ഥ അത് തന്നെ ആയിരിക്കില്ലേ. അപ്പോൾ എൻ്റെ രാവിലത്തെ ഏകദേശം പണികളൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് വൃത്തിയാക്കൽ മാത്രമേ ഉള്ളൂ. അതും അടുക്കള മാത്രം. ബാക്കി എല്ലാ ഭാഗവും നമ്മൾ രാവിലെ തന്നെ അടിച്ചുവാരി തുടയ്ക്കും കൊണ്ട് ഇനി വൈകുന്നേരത്തെ ഒന്ന് അടിച്ചുവാരി മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇന്ന് ഇഡ്ഡലി സാമ്പാർ ഉണ്ടാക്കുകൊണ്ട് കുറച്ച് സാമ്പാർ ബാക്കി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ നമ്മുടെ അടുപ്പും വീതനയൊക്കെ നല്ലപോലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ആദ്യം. ഇനി കുറേ പാത്രങ്ങൾ കഴുകാണ്ട് കേട്ടോ. രാവിലെ തുടങ്ങിയിട്ട് ഒരു പാത്രം കഴുകിയിട്ടുണ്ടായിരുന്നില്ല. ഒക്കെ വാഷ് ബേസിൽ അങ്ങനെ ഇട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ ആദ്യം റെഡി ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അതുമ്മയ്ക്ക് മാത്രമേ കേട്ടോ രാവിലെ ശ്രദ്ധിക്കാറുള്ളൂ. അപ്പോൾ പിന്നെ പാത്രങ്ങളൊക്കെ ഒരുമിച്ച് അങ്ങോട്ട് കഴുകി വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ അവർ പോയി കഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതൊക്കെ കഴുകി കമഴ്ത്തി വെച്ചിട്ട് പിന്നെ ഞാൻ അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കും കൂടി ചെയ്തു കേട്ടോ. പിന്നെ നമുക്ക് നല്ല പോലെ ഒന്ന് കാറ്റുണ്ടാകുകൊണ്ട് ഒന്ന് അടിച്ചു വാരിയാൽ മാത്രം മതി. അപ്പോൾ നല്ലപോലെ റബ്ബറിൻ്റെയിലേക്ക് വീണ്ടുണ്ടായിരുന്നു, അകത്തേക്ക് പാറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരി കളഞ്ഞിട്ട് പിന്നെ ഞാൻ എപ്പോഴും മറക്കുന്ന ഒരു പരിപാടിയാണ് രാവിലേക്കുള്ള അരി വെള്ളത്തിലിടാനുള്ളത്. അത് വൈകുന്നേരം ആകുമ്പോഴാണ് കേട്ടോ ഓർമ്മ ഉണ്ടാവുക. അപ്പോൾ ഇന്ന് അത് കയ്യോടെ തന്നെയാണ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വാഷ് ബേസും കൂടി ഒന്ന് കഴുകി വൃത്തിയാക്കി. ഇനി നല്ല പോലെ വെയിലുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് തുണികളും കൂടി വെയിലത്തിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.